കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷ് ശ്രമിച്ചത് കൂട്ടക്കുരുതിക്കെന്ന് വിവരം. കൊല്ലപ്പെട്ട വിജയന്റെയും ഭാര്യയെയും കൊലപ്പെടുത്താൻ നിതീഷ് നീക്കം നടത്തിയതായി പോലീസിന് സൂചന ലഭിച്ചു. ഭക്ഷണം പോലും നൽകാതെ ഇവരെ വീട്ടിൽ പൂട്ടിയിട്ടതായാണ് വിവരം. ആഭിചാരക്രിയകളുടെ മറപിടിച്ച് ഒരു കുടുംബത്തിന്റെ മുഴുവൻ വിശ്വാസം നേടിയെടുത്തായിരുന്നു പ്രതി ക്രൂരകൃത്യങ്ങൾ നടത്തിയത്. അതിനിടെ സുഹൃത്തിന്റെ സഹോദരിയെ ബലാത്സംഗം ചെയ്തതിനും നിതീഷിനെതിരെ കേസെടുത്തു. ചൊവ്വാദോഷം മാറുമെന്ന് വിശ്വസിപ്പിച്ച് ഇയാൾ പ്രതീകാത്മക വിവാഹം നടത്തിയതായും പോലീസ് പറയുന്നു. പ്രിൻസ് ജെയിംസ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. പ്രിൻസ്, നമുക്കറിയാം ഇത് ഈ ആഭിചാരക്രിയ കേരളത്തിൽ ഒരു തവണ വലിയ തോതിൽ ചർച്ചാ വിഷയമായ ഒരു സംഭവമാണ്. അതുപോലെയുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുവെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഏതായാലും ഇപ്പോൾ ഈ നിതീഷിനെ സംബന്ധിക്കുന്ന എന്തൊക്കെ സുപ്രധാന വിവരങ്ങളാണ് ഇപ്പോൾ കൂടുതലായും പുറത്തു വരുന്നത്? ഒരുപാട് ദുരൂഹത നിറഞ്ഞ ഒരു കേസാണ് കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസ്. ഓരോ ദിവസവും ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ നിലവിൽ ഈ മുഖ്യപ്രതിയായ നിതീഷ് കുടുംബാംഗങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ള സൂചനകൾ പോലീസ് ലഭിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ച് കുടുംബാംഗങ്ങളുടെ മൊഴിയിൽ നിന്നുമാണ് വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതായത് കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യയെ കൊലപ്പെടുത്താൻ ഇയാൾ ശ്രമിച്ചിരുന്നതായുള്ള സൂചന. അത് വിജയന്റെ ഭാര്യയുടെ മരണ ദിവസം അവരുടെ ആയുസ് അടുത്ത ഏപ്രിൽ 15 അവസാനിക്കുമെന്ന് ഇയാൾ കുടുംബത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. ഈ എല്ലാ കാര്യത്തിലും ഈ കുടുംബാംഗങ്ങൾ ഇയാളെ വിശ്വസിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു. കൃത്യമായും ഇയാളുടെ അടിമകളായിരുന്ന പോലെ ഇവരുടെ പ്രവൃത്തികൾ. അങ്ങനെ ഈ കാര്യവും അവർ വിശ്വസിച്ചു. തുടർന്ന് ഇവരെ ഒരു മുറിക്കുള്ളിൽ അടച്ചിട്ടായിരുന്നു കഴിഞ്ഞിരുന്നത്. അതായത് കൃത്യമായി ഭക്ഷണം പോലും നൽകിയില്ല. രാവിലെ 2 ദോശയും വൈകുന്നേരം 1 തവി കഞ്ഞിയും മാത്രമാണ് കൊടുത്തിരുന്നതെന്നാണ് ഇവർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അങ്ങനെ ഇതിനിടെ ക്രൂരപീഡനത്തിനുമൊക്കെ ഇരയാക്കിയിരുന്നു. 2016 ഈ കേസിലെ ആദ്യ സംഭവമായ നവജാത ശിശുവിന്റെ കൊലപാതകം നടക്കുന്നത്. തുടർന്ന് കഴിഞ്ഞ വർഷം വിജയന്റെ കൊലപാതകവും നടന്നു. ഈ വിജയൻ ഈ കുടുംബവുമായി നിതീഷ് അടുക്കുകയും കൃത്യമായും ആഭിചാര ക്രിയകളുടെയും മന്ത്രവാദത്തിലൂടെയും ഒക്കെ ഇവരുടെ പൂർണ്ണ വിശ്വാസം നേടിയെടുക്കുകയും ഇയാളുടെ അടിമയായി മാറ്റുകയുമായിരുന്നു. താൻ എന്തു പറഞ്ഞാലും അതേപടി അനുസരിക്കുന്ന രീതിയിലേക്ക് ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഇയാൾ മാറ്റി. കൃത്യമായും ഇയാളുടെ ഇയാളുടെ നിതീഷ് വിജയന്റെ മകനായ വിഷ്ണു വരെയും ഇയാളുടെ കസ്റ്റഡിയിലായിരുന്നു. വിഷ്ണു ഈ സ്ഥലത്ത് കട്ടപ്പന കേന്ദ്രീകരിച്ച് നടത്തിയ പല മോഷണങ്ങളും നിതീഷും വിഷ്ണുവും ചേർന്ന് നടത്തിയിട്ടുണ്ട്. ഈ മോഷണങ്ങളെല്ലാം നടത്തിയത് വിഷ്ണുവായിരുന്നു. എന്നാൽ ഇതിനെല്ലാം നേതൃത്വം വഹിച്ചത് നിതീഷുമായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഇയാളുടെ ഒരു അടിമ എന്ന പോലെയായിരുന്നു ഇവരുടെ ഒരു പെരുമാറ്റം എന്നാണ് പോലീസ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സൂചന. എന്നാൽ ഇത് സംബന്ധിച്ച് വിജയൻ കുറച്ചു നാൾക്ക് മുമ്പ് പങ്കുവച്ചിരുന്നതും നിതീഷിനെ അകാരണമായി വിശ്വസിച്ചത് മൂലം തന്റെ മക്കളുടെ ഭാവി നഷ്ടമായതായി ഇയാൾ മകളോട് പറഞ്ഞിരുന്നെന്നും അതായത് കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുൻപ് മകളോട് പറഞ്ഞിരുന്നെന്നും പോലീസിന് ഇവർ കുടുംബാംഗങ്ങൾ മൊഴി നൽകിയിട്ടുണ്ട്. ഈ ഒരു കാര്യമായിരിക്കാം ഈ വിജയന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകളുണ്ട്. വിജയന്റെ മരണം, നവജാത ശിശുവിന്റെ മരണം, ഒപ്പം ഈ നിതീഷിനെതിരെ ബലാത്സംഗ കേസുകളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. നിതീഷിന്റെ സുഹൃത്തിന്റെ അമ്മയെ പീഡിപ്പിക്കുകയും ഒപ്പം സുഹൃത്തിന്റെ സഹോദരിയെ പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇയാൾ. അതായത് കുടുംബാംഗങ്ങൾക്ക് ദോഷമുണ്ടെന്ന് പറഞ്ഞും ഒപ്പം ചൊവ്വാ ദോഷമുണ്ടെന്ന് പറഞ്ഞ പ്രതീകാത്മകമായ ഒരു വിവാഹമൊക്കെ നടത്തിയാണ് ഇയാൾ പീഡനം നടത്തിയത്. ഒപ്പം ഗന്ധർവ്വൻ. പ്രിൻസ്, ഇതൊക്കെ വളരെ മനുഷ്യരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ചൊവ്വാ ദോഷമുള്ളതിന് പീഡനം സഹിക്കേണ്ടി വരും എന്നൊക്കെ ഒരു പെൺകുട്ടിയെ എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്നുവെന്നാണ്. അത്രമാത്രം അന്ധവിശ്വാസം നിറഞ്ഞ മനസ്സുകളാണോ നമ്മുടെ നാട്ടിൽ എന്ന് സംശയിച്ചു പോവുകയാണ്. ചൊവ്വാദോഷമുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, വിവാഹ സംബന്ധമായ ചില തടസ്സങ്ങളുണ്ട്, അതിനുവേണ്ടി ഒരു വിവാഹം കഴിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുക, പിന്നെ പീഡനത്തിനിരയാക്കുക, അതും സുഹൃത്തിൻ്റെ അമ്മയെ, സഹോദരിയെ ഒക്കെ ഈ നിലയിലേക്ക് ദുരുപയോഗം ചെയ്യുക. ഒപ്പം മറ്റൊരു പ്രധാന കാര്യം, ഈ വിജയന്റെ ഭാര്യയെയും ഇയാൾ കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിരുന്നുവെന്നാണല്ലോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസിന് ലഭിക്കുന്ന സൂചന. എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണം? എന്തിനാണ് ഈ സ്ത്രീയെ കൊലപ്പെടുത്തണം എന്ന് ഇയാൾ കരുതിയത്?
മനു നിതീഷിനെ പൂർണ്ണമായും വിജയനും വിശ്വസിച്ചിരുന്നു. കൃത്യമായും 2016 ശേഷം ഇയാളുടെ എല്ലാ നടപടികൾക്കും വിജയൻ കൂട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വിജയൻ ഈ ഒരു അവസ്ഥയിൽ നിന്നും മാറി തന്റെ മക്കളുടെ ഭാവി നശിച്ചു, അത് നിതീഷിനെ താൻ അകാരണമായി വിശ്വസിച്ചുകൊണ്ടാണ് ഇവരുടെ ഭാവി നശിച്ചതെന്നൊക്കെ ഒരു ആശങ്കകൾ ഇയാൾക്ക് ഉടലെടുത്തിരുന്നു. ഇത് മകളുമായി പങ്കുവെക്കുകയും ചെയ്തു. ഇത് പിന്നീട് വിജയന്റെ കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നു. സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്നൊരു ചിന്ത നിതീഷിനുണ്ടാവും. ഒപ്പം ഇവർ മുൻപ് കട്ടപ്പനയിൽ നിന്ന് വിറ്റ ഒരു വീടുണ്ട്. ആ വീടിന് വിറ്റ പണം എവിടെയെന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. ആ പണം പൂജയ്ക്കിടെ അപ്രത്യക്ഷമായി എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ആ പണം കണ്ടെത്താൻ പോലീസ് ശ്രമം നടത്തിയെങ്കിലും അത് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഈ പണവും സംബന്ധിച്ചും ദുരൂഹതകളുണ്ട്. ഈ പണം കൈക്കലാക്കാനായിരിക്കാം നിതീഷ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങിനെന്നും കരുതപ്പെടുന്നു. കാരണം കട്ടപ്പന പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശത്ത് വലിയ വിലയ്ക്ക് വിറ്റ ഭൂമിയാണ്. അതായത് 2016 നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ ശേഷം ഇവർ ഈ ഭൂമി വിറ്റാണ് ഇവിടെ നിന്ന് മാറിയ. പിന്നീട് പല സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുകയും അവസാനമായ കക്കാട്ടുകടയിലെ വാടകയ്ക്ക് എത്തുകയും ചെയ്തത്. ഈ പണം എവിടേക്ക് മാറി എന്ന സംബന്ധിച്ചൊരു കൃത്യത ഇതുവരെയും വന്നിട്ടില്ല. അതായത് ഈ പണം പൂജയ്ക്കിടെ അപ്രത്യക്ഷമായി എന്നാണ് കുടുംബാംഗങ്ങൾ നൽകിയ വിവരം. എന്തായാലും പൂർണ്ണമായും ഇത്തരത്തിൽ ഇവരെ അടിമകളാക്കാൻ ഈ മന്ത്രവാദത്തിനും ആഭിചാര ക്രിയകൾക്കുമൊക്കെ അടിമകളാക്കാൻ നിതീഷ് ിരുന്നു. അതോടെ താൻ പറയുന്നത് എന്തും അനുസരിക്കുന്ന രീതിയിലേക്ക് യുവാവായ വിഷ്ണു വരെ ഇക്കാര്യത്തിൽ ഇയാളെ പൂർണ്ണമായും അനുസരിച്ച് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. അതാണ് ഈ കുടുംബത്തിന്റെ ഒരു വലിയ അവസ്ഥയ്ക്കും കാരണമായത്. അത് വിജയന്റെ മരണം സംഭവിക്കുന്നു. തുടർന്ന് ഇവർ മറ്റുള്ളവർക്ക് കൊലപ്പെടുത്താനുള്ള നീക്കവും ഒക്കെ നടക്കുന്നു. അതായത് വിജയന്റെ ഭാര്യയെ അടക്കം കൊലപ്പെടുത്തി കുടുംബത്തെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുന്നതിലേക്ക് നിതീഷ് കാര്യങ്ങൾ നീക്കിയതെല്ലാം ഇവരുടെ വിശ്വാസം പൂർണ്ണമായും തന്നിലേക്ക് ആകർഷിച്ചറിയുകയാണ് ചെയ്തിരുന്നത്. പൂർണ്ണമായും ഇവർ ഇയാളെ വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക്. ഏതായാലും പ്രിൻസ്, കേരളത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത്. നമ്മൾ വിദ്യാഭ്യാസത്തിലും അതുപോലെ പൊതുബോധത്തിലും ശാസ്ത്രബോധത്തിലുമൊക്കെ രാജ്യത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് എന്ന് വലിയ തോതിൽ അഹങ്കരിക്കുമ്പോൾ അതിനിടയിലാണ് ഇത്തരം മന്ത്രവാദികളും ഇത്തരം തട്ടിപ്പ് കക്ഷികൾക്കുമൊക്കെ ആളുകളെ അനാചാരത്തിൻ്റെ പേര് പറഞ്ഞ് പറ്റിക്കാൻ കഴിയുന്നത് എന്നോർക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് പുനർവിചിന്തനം ചെയ്യേണ്ട സാഹചര്യം അടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും